പ്ലസ് വണ്ണിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇൻഡോഡമിയുടെ സ്റ്റാറ്റിസ്റ്റിക് ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്ലസ് വൺ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾ ഏതൊക്കെ ചാപ്റ്ററുകളാണ് പഠിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് അതിൽ വരുന്നത് എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത്. അതിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഫസ്റ്റ് ചാപ്റ്റർ. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്, എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറയാൻ പോകുന്നത്. സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു ഡാറ്റ കളക്ഷൻ ടെക്നിക്കാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കും. സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഏതൊക്കെ മെത്തേഡിലാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡാറ്റ എല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞു. തേർഡ് ചാപ്റ്ററിലേക്ക് വരുമ്പോഴേക്കും ആ കളക്ട് ചെയ്ത ഡാറ്റ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ എന്ന് പറഞ്ഞ മൂന്നാമത്തെ ചാപ്റ്റർ. അതിനുശേഷം നാലാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റയെ ഏത് രീതിയിലാണ് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക, അതിനുപയോഗിക്കുന്ന ടെക്നിക്സാണ് ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രാംസ്. അപ്പോൾ ഗ്രാഫ്സിനെയും ഡയഗ്രത്തിനെയും കുറിച്ചാണ് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന അടുത്ത 3 മൊഡ്യൂളുകൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചിട്ടാണ്. അതായത് ഡാറ്റയെ നമ്മൾ എങ്ങനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാം, അതിനുള്ള ടെക്നിക്കുകളാണ് അടുത്ത 3 മൊഡ്യൂളുകളായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ 5ാമത്തെ മൊഡ്യൂളാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഓർ ആവറേജസ്. അത് നമുക്ക് ഡാറ്റയെ എങ്ങനെ, വലിയൊരു ഡാറ്റയെ എങ്ങനെ ഒരു സിംഗിൾ നമ്പറിൽ പ്രസൻറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞു തരുന്നത്. ആൻഡ് അടുത്ത ചാപ്റ്ററാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഡാറ്റ എത്രത്തോളം ചെതറിയിട്ടാണ് കിടക്കുന്നത് എന്നുള്ളൊരു ഐഡിയ ആണ് നിങ്ങൾക്ക് തരുന്നത്. അതിനുള്ള മെഷറാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കിടക്കുന്നത്. ആൻഡ് അടുത്ത ചാപ്റ്ററാണ് സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ്. അത് ഡാറ്റ ഏത് രീതിയിലാണ് ഡാറ്റ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, ഏത് സൈഡിലേക്കാണ് ഡാറ്റ കൂടുതലായി കിടക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്ന ഒരു ചാപ്റ്ററാണ് സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഈ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ചാപ്റ്ററുകൾ കഴിഞ്ഞാൽ നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ സെക്ഷനാണ് തുടങ്ങുന്നത്. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്ന സെക്ഷൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് 9ാമത്തെ ചാപ്റ്ററായിട്ട് വരുന്ന കണ്ടീഷണൽ പ്രോബബിലിറ്റിയിലും വരുന്നത്. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് മൊഡ്യൂൾ വരുന്നത് സാമ്പിളിംഗ് ടെക്നിക്സാണ്. സാമ്പിളിംഗ് ടെക്നിക്സിൽ നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഒരു പോപ്പുലേഷൻ്റെ, വലിയൊരു പോപ്പുലേഷനുള്ളിൽ ഏതൊക്കെ തരത്തിൽ നമ്മൾ സാമ്പിളുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ലാസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നിങ്ങൾ പ്ലസ് വണ്ണിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്.